എന്താണ് സുവിശേഷം? 2 തിമോത്തി 2:8-9 വാക്യങ്ങൾ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെണീറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. പിശാച് എന്ത് ചെയ്യുന്നു? വചനത്തിലുണ്ട്. എന്താ പിശാച് ചെയ്യുന്നത്? അപ്പൊ ഈ വചനത്തിന് ബന്ധനമില്ല. ഈ വചനം പറയുന്ന എന്നെ നിങ്ങൾക്ക് തല്ലിക്കൊല്ലാം, എന്നാൽ ഞാൻ പോയാൽ അടുത്തത് എൻ്റെ മോനെ ദൈവം ഉയർത്തും, അവനിലൂടെയും അവന്റെ തലമുറ 1000 തലമുറ ഈ പുസ്തകം എടുക്കുന്നവനെ ദൈവം മാനിക്കും. ഈ പുസ്തകം എടുത്തിട്ടുള്ള ഒരൊറ്റ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. ലജ്ജിക്കില്ല, ഒരിക്കലും ദൈവം ലജ്ജിപ്പിക്കില്ല. പക്ഷേ ക്രിസ്തുവാകുന്ന സത്യത്തിലേക്ക് തിരിയുമ്പം സ്തോത്രം, മൂടുപടം മാറും. എന്നാൽ ആ മൂടുപടം ഇടുന്നത് ആരാണ്? 2 കൊറിന്ത്യർ 4-3-4 വാക്യം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ദുഷ്ടപിശാചാനും മകനെ മകളെ, ഈ തിരുവചന സത്യം നീ മനസ്സിലാക്കാതിരിക്കാൻ നിന്റെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പുസ്തകം എടുത്ത് ഇതനുസരിക്കുന്നവരെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്റെ അപ്പനോ അമ്മയോ പെന്തക്കോസ് അനുഭവത്തിൽ വന്നു കാണാം, നിന്റെ സഹോദരങ്ങൾ, നിന്റെ ബന്ധുമിത്രാദികൾ. പക്ഷെ നിനക്ക് വേറെ ആരോടും വെറുപ്പില്ല. ഈ പുസ്തകം എടുക്കുന്നവരോട് മാത്രമാണ് വെറുപ്പ്. അത് എന്ത് ചെയ്യാം? ഇതാരുടെ പ്രവർത്തനമാണെന്ന വചനം പറയുന്നത്? നിന്നിലൂടെ ഒരു ദുഷ്ടശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നിനക്ക് കാണാൻ കഴിയാത്തത്. എന്നാൽ നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാരം മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. 2 കൊറിന്ത്യർ 3-16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. അപ്പോൾ തിരിയേണ്ടത് ആരിലേക്കാ? യേശു ക്രിസ്തുവിലേക്കാണ്. ഒരു യഥാർത്ഥ സുവിശേഷ പ്രഘോഷകൻ മകനെ മകളെ നിന്നെ ക്രിസ്തുവിലേക്കാണ് കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുന്നത്, മറ്റാരിലേക്കുമല്ല. അത് തന്നെയാണ് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം പറഞ്ഞത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്. ആരായി അവൻ? യേശു ആകുന്ന ദൈവം, ദൈവവചനമാകുന്ന യേശു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, യേശു പറയുന്നത് വചനമാണ്. ആ വചനപ്രകാരം കൽഭരണികളിൽ വെള്ളം നിറയട്ടെ. വക്കോളം നിറച്ച് അത്ഭുതം നടന്നത് ചിലർ പഠിപ്പിക്കുന്നത് യേശുവിന്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണെന്ന്. അയ്യോ അല്ല, യേശുവിന്റെ വചനം ശുശ്രൂഷകർ ഏറ്റെടുത്ത് അനുസരിച്ചപ്പോഴാ അനുഗ്രഹം. അമ്മ അനുഗ്രഹത്തിന്റെ വാതിൽ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. പുത്രനിലേക്കാണ് അമ്മ പോയത്. അമ്മയുടെ കൽപ്പന ഇതാണ്, മക്കളെ എൻ്റെ അടുത്തല്ല വരേണ്ടത്, അവന്റെ അടുത്ത് പോ. അവനാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. അവനാണ് ദൈവം. ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം കാനായിലെ കല്യാണത്തിലുണ്ടെന്ന് യേശുവിന്റെ അമ്മയ്ക്കറിയാം. എന്നാൽ ഈ അമ്മയുടെ പേരും പറഞ്ഞ ഈ പുസ്തകത്തെ നിരാകരിക്കുന്ന ഈ സത്യം നിനക്കറിയാവോ? സ്തോത്രം. ബൈബിളിൽ ഒരു അമ്മയുണ്ട്, യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം. ബൈബിളിൽ ഇല്ലാത്ത ഒരു അമ്മയുണ്ട്, ഈ അമ്മയാണ്. സ്തോത്രം. കണ്ണുനീരോടുകൂടി കണ്ണിൽ നിന്ന് ചോര വരുന്നു, അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ. ബൈബിളിലെ അമ്മ പുത്രനിൽ വിശ്രമിക്കുകയാണ്. അമ്മ എണീറ്റ് വരുന്ന ഒരു സമയമുണ്ട്, പുത്രന്റെ 2ാമത്തെ വരവിൽ. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഈ പുത്രൻ പറയുന്നത് അനുസരിക്കണം, ക്രിസ്തുവിലേക്ക് തിരിയണം. അപ്പോഴാണ് മൂടുപടം മാറുന്നത്, സത്യം അറിയുന്നത്. കർത്താവിലേക്ക് യേശുവിന്റെ അമ്മയെ വിശുദ്ധ മറിയത്തെ അനുസരിക്ക്. സ്തോത്രം. വെറുതെ തർക്കിച്ച് മാറി നിൽക്കാതെ. വിടുതൽ വേണോ? അനുഗ്രഹം വേണോ? ഈ പുസ്തകത്തിൽ പറയുന്ന അനുഗ്രഹം വേണോ? അമ്മ പറയുന്നത് പോലെ ഇത് തുറന്നു വെച്ച് വായിക്ക്.
എല്ലാ വീട്ടിലും ബൈബിൾ ഉണ്ടല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും നീ ഇത് വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് അത് പ്രഘോഷിക്കുന്നവരെ അധിക്ഷേപിക്കാനും അവനെ അവഹേളിക്കാനും എല്ലാ വചനങ്ങളും പറയാനായി താറുവാച്ച് കുത്തിയ മുണ്ടുകൊടുത്ത് വരുന്നതിന് മുമ്പ് ഈ പുസ്തകമായിട്ട് നിനക്ക് ബന്ധമുണ്ടാന്ന് നോക്കുക. ഈ പുസ്തകവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ഒരു വ്യക്തി പറയുന്നതും ചെയ്യുന്നതും ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ഈ പുസ്തകമാ. നിന്റെ മൂടുപടം മാറണമെങ്കിൽ ക്രിസ്തുവിലേക്ക് തിരിയണം. 18-ാമത്തെ വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയാ? മറ്റുള്ളവരെ കളിയാക്കി കാലുവാരി ഇരുന്നാ മതിയാ? നിനക്ക് രൂപാന്തരം പ്രാപിക്കണ്ടേ? നിനക്ക് ക്രിസ്തു വരുമ്പോ കൂടെ പോണ. നീ പിടിച്ചിരിക്കുന്ന ചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനവും ഈ രണ്ടാമത്തെ വരവിൽ എടുക്കാൻ നിന്നെ സഹായിക്കില്ല. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. സ്വന്തം രക്ഷിതാവായി കർത്താവിനെ നിന്റെ ഹൃദയം കൊടുത്ത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി നീ ക്രിസ്ത്യാനി ആയില്ല മകനെ, മകളെ. ക്രിസ്തുവിൽ ജനിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്തുവിലേക്ക് ജനിക്കാൻ സഹായിക്കുന്നതാണ് വചനമാകുന്ന ബീജം. ഇത് വിളിച്ചു പറയാനാ എന്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയത്. പറഞ്ഞ മനസ്സിലായ? സ്തോത്രം. കാക്ക തിന്നത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്ക. അതുകൊണ്ട് ലജ്ജിക്കരുത്. സുവിശേഷം ഈ പുസ്തകത്തെ പ്രതി ലജ്ജിക്കരുതാ. സ്തോത്രം. നിന്റെ വീട്ടിലൊരു ബൈബിൾ ഇരിപ്പുണ്ട്, അതിനെക്കുറിച്ച് നീ ലജ്ജിക്കരുത്. എന്താ ചെയ്യേണ്ടത്? റോമാലേഖനം 1:16 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് പറയുന്ന ആരാണെന്നറിയോ? ഈ പുസ്തകം അനുസരിച്ച് യേശുവിന്റെ ശിഷ്യന്മാരായ കർത്താവിന്റെ മക്കളായി ജീവിക്കുന്നവരെ ഉടുക്കാനായി, മുടിക്കാനായി, നശിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടവനാണ് ഈ പറയുന്നത്. ലജ്ജിച്ചവനായിരുന്നു. സ്തോത്രം. വചനം പറയണേ, സുവിശേഷത്തെ പ്രതി എനിക്ക് ലജ്ജയില്ല. അടുത്ത ലൈൻ ശ്രദ്ധിക്ക. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷം കേൾക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് വചനത്തിലുണ്ട്. അപ്പോൾ സ്തോത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരങ്ങൾ കൊടുത്തിട്ട് പറ, സുവിശേഷത്തെ പ്രതി എനിക്ക് ലജ്ജയില്ലെന്ന് പറ. സ്തോത്രം. ഇന്നും ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്ന പുരോഹിതന്മാരെ എനിക്കറിയാം. സ്തോത്രം. സാധാരണക്കാരന്റെ കാര്യം വിട്. സ്തോത്രം. സുവിശേഷം പറയുന്നവരെ ഈ കഴിഞ്ഞിടക്ക് എനിക്ക് 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. യാക്കോബിലെയാണോ ഓർത്തഡോക്സിലെയാണോ എന്നറിയത്തില്ല, ഒരു പുരോഹിതൻ, അദ്ദേഹത്തിന് വലിയൊരു രോഗം പിടിവിട്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു, പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന ഒരു സഹോദരൻ ഈ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ, അച്ഛൻ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ അച്ഛൻ്റെ ഈ രോഗം മാറും, അച്ഛൻ സൗഖ്യം പ്രാപിക്കും. അച്ഛൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാ? ഇത് നീ വേറെ ആർക്കെങ്കിലും കൊണ്ടേ കൊടറാ, സുവിശേഷമായിട്ട് വന്നിരിക്കണം. പരിശുദ്ധാത്മാവിനെ തള്ളി ആക്ഷേപിച്ച അധിക്ഷേപിച്ച ആ സഹോദരനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങൾക്കറിയണോ ആ പുരോഹിതൻ എന്താ സംഭവിച്ചതെന്നാ? ഈ പുരോഹിതൻ ഈ രോഗം അദ്ദേഹത്തെ വിട്ടുമാറാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ആ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഈ സുവിശേഷത്തെ തള്ളിപ്പറഞ്ഞ പുരോഹിതൻ ആത്മഹത്യ ചെയ്ത് ആ മനുഷ്യനെ രക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് ആ സഹോദരന്റെ രൂപത്തിൽ, ഇതിൽ അച്ഛന് ഈ ബൈബിൾ കയ്യിലില്ലേ, ഈ കയ്യിൽ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ
ഇതിൽ പറയുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്, ഒരു ആത്മാവിന്റെ ശബ്ദം. അത് കേൾക്കണമെങ്കിൽ നിനക്ക് വിധേയത്വം വേണം, എളിമ വേണം, വിനയം വേണം. ദൈവത്തിന്റെ ശബ്ദം വരുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, അതിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാകുന്ന. അത് യാക്കോബക്കാരൻ വിശ്വസിച്ചാലും, ഓർത്തഡോക്സുകാരൻ വിശ്വസിച്ചാലും, മാർത്തോമക്കാരൻ, CSI-കാരൻ, ബ്രദറൻകാരൻ, പെന്തക്കോസ്താക്കാരൻ, ഏത് കാരൻ വിശ്വസിച്ചാലും, ലാറ്റിൻകാരനായാലും സിറിയൻകാരനായാലും, ഏത് കാരൻ വിശ്വസിച്ചാലും ദൈവശക്തിയാകുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ ബൈബിൾ കൈ പിടിച്ചുകൊണ്ടാ തെറി പറയുന്നേ, സ്വന്തം സഹോദരങ്ങളെ അധിക്ഷേപിക്കുന്നേ, പരസ്യമായിട്ട് തല്ലുന്നേ. എന്ന് തീരും എന്നീ പുസ്തകത്തിന്റെ അകത്തുള്ള ശബ്ദം നീ കേൾക്കുന്നോ? സ്തോത്രം. ദൈവവചനം ദിവസവും വായിച്ചു കേൾക്കും. പക്ഷെ ഇത് തൊലിപ്പുറത്തെ ചെല്ലുന്നുള്ള ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ മൂന്നാമതൊരു കാര്യമുണ്ട്, ഏറ്റെടുത്ത് അനുസരിക്കണം. അനുസരിക്കാത്തത് കൊണ്ടാണ് മകനെ, മകളെ, നീ ഇപ്പോഴും നരകത്തിൽ കിടക്കുന്നത്, അന്ധകാരത്തിൽ കിടക്കുന്നത്, പിശാചിന്റെ അടി കൊണ്ട് കിടക്കുന്നത്. വിടുതൽ പ്രാപിക്കണോ? ടേൺ ടു ദ ഗോസ്പൽ, ദ റിയൽ ഗോസ്പൽ. സ്തോത്രം. അതുകൊണ്ട് ലജ്ജിക്കാതെ ഈ വചനം ഏറ്റെടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിക്കോദേമോസിനോട് കർത്താവ് പറയുകയാണ്, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് യേശുവിനോട്, മനുഷ്യൻ വൃദ്ധയായതിനു ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. 6-ാമത്തെ വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതുകൊണ്ട് ആശ്ചര്യപ്പെടരുത്. യെസ്, ഇവിടെയാണ് പലരും പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നത്. സഹോദര സഹോദരി, നിനക്ക് സ്വർഗത്തിൽ പോണോ? സ്വർഗത്തിൽ കടക്കണോ? സ്വർഗം കാണണോ? വെരി വെരി സിമ്പിൾ. നിന്റെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്ത് മാർക്കോസ് 16:16 പ്രകാരം സ്നാനപ്പെട്ടാ മതി. വേറെ ഒരു പ്രായശ്ചിത്തം ചെയ്യണ്ട. നീ പള്ളിക്ക് ചുറ്റും കിടന്ന് മുട്ടേ കിടന്ന് എഴയേണ്ട. പള്ളിക്ക് ചുറ്റും ശയനപ്രതിഷ്ഠ നടത്തണ്ട. കുരിശുമെടുത്തുകൊണ്ട് പോകേണ്ട സ്ഥലത്ത് പോകണ്ട. ഒരു പ്രായശ്ചിത്തവും ചെയ്യണ്ട. അത് മുഴുവനും കുരിശിൽ എന്റെ കർത്താവ് തികച്ചു കഴിഞ്ഞു. സ്തോത്രം. കർത്താവിന്റെ സുവിശേഷം പരിപോഷിപ്പിക്കാനായിട്ട്, കർത്താവിന്റെ രക്ഷയെ പരിപോഷിപ്പിക്കാനായിട്ട് നീ ഒരു നാടകവും നടത്തണ്ട. സിമ്പിൾ. പക്ഷെ നീ അനുസരിച്ചിട്ടല്ലോ. നിന്നെ അനുസരിക്കാൻ മതപുരോഹിതൻ സമ്മതിക്കുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം നിന്റെ രക്ഷ തടഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല. ആരാണെന്ന് ആലോചിച്ച് നോക്കുക. ദൈവവചനം ആർക്കും അനുസരിക്കാം. സ്തോത്രം. സുവിശേഷം കേൾക്കുന്നവൻ എന്ത് ചെയ്യണം? വളരെ വ്യക്തമാണ്. സുവിശേഷം കേൾക്കുന്നവൻ, സ്തോത്രം, സ്നാനപ്പെടണം. എവിടെയാ വചനം? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 35 മുതൽ 38 വാക്യങ്ങൾ. സ്തോത്രം. അപ്പൊ സുവിശേഷം കേൾക്കുന്നവൻ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അങ്ങനെ സുവിശേഷം കേട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലുള്ളത്. അവന്റെ പേരാണ് ടണ്ടൻ ഫിലിപ്പോസ്. ഈ തിരുവെഴുത്ത് ഫിലിപ്പോസ് ടണ്ടൻ വായിച്ചിരുന്ന വചനഭാവം ഏതാണെന്ന് അറിയാവോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ്. ആ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പോയത്. പരിശുദ്ധാത്മാവാണ് ഫിലിപ്പോസിനെ പറഞ്ഞു വിട്ടത്. ടണ്ടന്റെ കൂടെ ചേർന്ന് നടക്കാൻ, തേരിനോട് കയറിയിരിക്കാൻ. ഫിലിപ്പോസ് ചോദിച്ചു. അവരിങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ
അപ്പോൾ അതിന് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണ്, വായിച്ചുകൊണ്ട് തിരുവചന ഭാഗം നിനക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു. ഇതിന്റെ പൊരുൾ ആരെങ്കിലും പറഞ്ഞു തരാതെ കൊണ്ട് എനിക്ക് എങ്ങനെ മനസ്സിലാകും? ഫിലിപ്പോസ് കയറിയിരുന്ന 53-ാം അധ്യായം വ്യാഖ്യാനിച്ചു കൊടുത്ത് ആരെക്കുറിച്ചാ പറയുന്നേ? യേശുവിനെ കുറിച്ചാണ്. 36-ാമത്തെ വാക്യം, അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്താണ് വിരോധം എന്ന് പറഞ്ഞു. 37 ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു. ഈ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ഏറ്റു പറഞ്ഞിട്ടാണോ നീ സ്നാനപ്പെട്ടത്? ഇല്ലല്ലോ, ശിശുവായിരുന്നപ്പോഴല്ലേ. ഈ ശിശുവിനെ എവിടെയായി എങ്ങനെയാ ഏറ്റുപറയാൻ കഴിയുന്നേ? ശിശുക്കളെ സ്നാനപ്പെടുത്താൻ ബൈബിളിൽ ഒരിടത്തും യേശു പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ പാരമ്പര്യം പറഞ്ഞു, ഞങ്ങൾ ശിശുക്കളെ സ്നാനപ്പെടുത്തും. നിന്നെ കൊണ്ട് അത് ചെയ്യിച്ചാരാണെന്ന് അറിയാവാ? പിശാചാണ്. എന്നാണ് ഈ ശിശുസ്നാനം സഭയിൽ വന്നത്? 1113 റാവന്ന സൂനകദോസിൽ വെച്ചാണ് ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്നുള്ള കൽപ്പന വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അതുവരെ വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തിയത്. അപ്പോസ്തലന്മാര് ശിശുക്കളെ സ്നാനപ്പെടുത്തിയെന്ന് ഒരു പുരോഹിതനിരുന്ന് യൂട്യൂബിൽ ഇരുന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ പൊന്നച്ഛ, ആദ്യം അച്ഛൻ പോയി സ്നാനപ്പെട്ടിട്ട് ജനത്തെ സ്നാനം പെടാനായിട്ട് പഠിപ്പിക്കും. സ്തോത്രം. ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല, ഇതാണ് സ്നാനത്തിന്റെ കണ്ടീഷൻ. എന്തുവാ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. സ്തോത്രം. ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, നിനക്ക് നിത്യതയിൽ കടക്കാനുള്ള കാര്യമാണ്. അത് ഒരു മനുഷ്യന്റെ കൽപ്പനയല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. ചണ്ണൻ ആ വിശ്വാസം ഏറ്റു പറഞ്ഞു. രണ്ടുപേരും തേരിൽ നിന്നിറങ്ങി വെള്ളത്തിൽ ഇറങ്ങി. സ്നാനപ്പെടുന്നവനും സ്നാനം കൊടുക്കുന്നവനും വെള്ളത്തിലായിരിക്കണം. സ്തോത്രം. രണ്ടുപേരും വെള്ളത്തിലായിരിക്കണം. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിട്ട് വരാ, രണ്ടുപേരും വെള്ളത്തിലായിരിക്കണം. ഏത് വെള്ളത്തിലാണ്? പള്ളിയിൽ ആയിരുന്നപ്പോൾ കുഞ്ഞിനെ സ്നാനപ്പെടുത്താനായിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന ആ കുഞ്ഞിന്റെ തലതൊട്ടപ്പൻ വെള്ളത്തിലായിരുന്നു. ഏത് വെള്ളത്തിൽ? ക്രിസ്ത്യൻ ബ്രദേഴ്സ് വെള്ളത്തിൽ. ഈ കുഞ്ഞിനെ വെള്ളം നളിച്ച് സ്നാനപ്പെടുത്തിയ അച്ഛൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അച്ഛനും വെള്ളത്തിലായി, രണ്ടുപേരും വെള്ളത്തിലായി. സ്തോത്രം. വചനത്തിന് ഹല്ലേലൂയ ഒരു ബന്ധനമില്ല. ഫിലിപ്പോസും ചണ്ണനും യേശുക്രിസ്തു യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ടതുപോലെ മുഴുകൽ സ്നാനം പ്രാപിക്കാനായി വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ചണ്ണനെ സ്നാനപ്പെടുത്തി. സ്തോത്രം. തളിക്കലല്ല, മുഴുകൽ സ്നാനം. കർത്താവ് പഠിപ്പിച്ച സ്നാനം, അപ്പോസ്തലന്മാർ കൊടുത്ത സ്നാനം, അവരും ഏറ്റ സ്നാനം. ഇനി രണ്ടാമതൊരു വ്യക്തിയുണ്ട്, പൗലോസ്. അപ്പോസ്തല പ്രവൃത്തി 9:18. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ വീണ. ഇപ്പോഴും കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് മകനെ മകളെ, നീ യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെടാതെ ശിശുക്കളുടെ സ്നാനമാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ കണ്ണിലെ ചെതുമ്പൽ മാറിയിട്ടില്ല. സ്തോത്രം. അത് മാറ്റിത്തരാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. പക്ഷെ നിന്റെ മുമ്പിൽ നിന്റെ മതത്തിന്റെ കെട്ട്, പൗരോഹിത്യത്തിന്റെ ബന്ധനം നിൽക്കുന്നത് കൊണ്ട് നിന്റെ കണ്ണിലെ ആ ചെതമ്പൽ മാറുന്നില്ല. ഇവിടെ മതതീവ്രവാദിയായിരുന്നു, ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിച്ചവനായിരുന്നു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ വീണു, ചെതുമ്പൽ പോലെ വീണു. കാഴ്ചല വെച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്ത. യേശുവിന്റെ നാമത്തിൽ മതം കെട്ടിയിരിക്കുന്ന ബന്ധനം മക്കളിൽ നിന്ന് മാറട്ടെ. ആ മൂടുപടം മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എറണാകുളത്ത് പാലാരിവട്ടം പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായി.
ആ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഒരു സഹോദരി പള്ളിയിൽ അച്ഛനോട് എന്ന് പറഞ്ഞ, അച്ഛാ എനിക്ക് മർക്കോസ് 16:16 പ്രകാരം സ്നാനപ്പെടണം. അച്ഛൻ പറഞ്ഞല്ലാന്നറിയാ, അത് പെന്തക്കോസ്തക്കാരുടെ സ്നാനമാണ് സഹോദരി. നമ്മൾ ശിശുക്കളെ സ്നാനപ്പെടുത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം, പാലാരിവട്ടത്ത് പെന്തക്കോസ് സഭയുണ്ട്. അവിടെ പോയി മോള് സ്നാനപ്പെട്ടിട്ട് പള്ളിയിലേക്ക് പോരി. അപ്പോൾ പള്ളിയിലിരിക്കുന്ന പൊന്നച്ഛന് സത്യം അറിയാം, സ്നാനപ്പെടേണ്ടത് മർക്കോസ് 16 പ്രകാരമാണ് സ്നാനപ്പെടേണ്ടത്. അച്ഛൻ അറിയാവുന്ന കൊണ്ടല്ലേ അച്ഛൻ ആ സഹോദരി അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷെ അവിടെ നിൽക്കരുത്, നീ ഇങ്ങോട്ട് പോരി. എന്തിനാണ് അച്ഛാ ഇത്? എന്തിനാ? അച്ഛന് നിത്യത പോണോ? ദൈവത്തിന്റെ വചനം അനുസരിക്കുക. അച്ഛൻ അനുസരിച്ചുകൊണ്ട് ജനത്തിനെ അനുസരിക്കാൻ പഠിപ്പിക്കുക. സ്തോത്രം. അത് പൗലോസിന്റെ സ്നാനമാണ്. 10-ാം അധ്യായത്തിൽ മറ്റൊരു വ്യക്തിത്വത്തിന്റെ സ്നാനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1-2 വാക്യം. കൈസരിയയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്ന് പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ദാനധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്നാൽ കൊർന്നേലിയസിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മവും ദൈവസന്നിധിയിലെത്തി. പക്ഷെ ഇതൊക്കെ ചെയ്തവൻ ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ അവന്റെ വീട്ടിൽ പത്രോസ് വരണം. പത്രോസ് വന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോഴാണ് കൊർന്നേലിയസും കുടുംബവും സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് ഈ പ്രവൃത്തി ചെയ്തവൻ നിത്യതയിലെത്തിയത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിൽ പത്രോസിനെ വിളിച്ചു വരുത്തണം. ഇന്ന് പലർക്കും ഈ സത്യം അറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ തിരുവചന സത്യം പ്രഘോഷിച്ചപ്പോൾ എന്റെ സാക്ഷ്യം പറഞ്ഞപ്പോഴാ പലരും വിളിച്ചു, പലരും പറഞ്ഞു, പലരും ഷെയർ ചെയ്തു. സത്യമാണെന്നറിയാം. പക്ഷേ ആ വചനം അനുസരിക്കാൻ സമൂഹം സമ്മതിക്കുന്നില്ല, കുടുംബക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതാരെങ്കിലും പറയാതെ കണ്ട് ഈ സത്യം മനസ്സിലാകുമോ? അത് പറയുന്നവനെ തലവരെയല്ലേ. സ്തോത്രം. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ. എന്നെക്കുറിച്ച് നീ അപവാദം പറഞ്ഞാൽ, നീ അപവാദം പറഞ്ഞു വരുത്തുന്നത് നിന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ പേര് ചൊല്ലി വിളിച്ച ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെയാണ് നീ പീഡിപ്പിക്കുന്നത്. അറിയാവോ അത്? സ്തോത്രം. ഇനി അവൻ വരാൻ അധികം സമയമില്ല. ഇപ്പോഴും തമ്മിലടിച്ചോണ്ടിരിക്കുക. ഇറങ്ങി വചനം അനുസരിക്കുക. എന്താണ് സ്നാനം? ഒന്ന്, ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം. ലൂക്കായുടെ സുവിശേഷം 7:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഈ ഒരു പോയിന്റ് പറഞ്ഞുകൊടുക്കുക നമ്മൾ ഇന്നത്തെ ആ ഒരു ടോക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്തോത്രം. എന്താണ് സ്നാനം? ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം. ഓർത്തോളണം, ഒരു സഭ പഠിപ്പിക്കുന്നതല്ല, ഒരു മതം പഠിപ്പിക്കുന്നതല്ല, ഒരു മതത്തിലെ കുറെ കമ്മിറ്റിക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സിനഡിന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചനയാണ്. ലൂക്ക 7:28-29-30. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേ ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വ്യർത്ഥമാക്കി കളഞ്ഞു. ഇന്നും ഇത്തരത്തിലുള്ള പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചോളാൻ. എന്താ, ഗോതമ്പ് മാവ് അരിമാവ് കൊണ്ടുള്ള പുളിച്ചതല്ല, ആ പുളിപ്പിക്കലല്ല. ദൈവവചനത്തെ തെറ്റിച്ച് കളയുന്ന പഠിപ്പിക്കലാണ് പുളിച്ച മാവ്. അത് ഇന്നും ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഈ തിരുവചന സത്യം ഇന്ന് ഈ മീഡിയയിലൂടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഇത് കേൾക്കും. സ്തോത്രം. നിങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് പോയി ചോദിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനപ്രകാരം സ്നാനപ്പെടുന്നത് പാപമാണോ തെറ്റാണോ എന്ന്. അത് പാപവും തെറ്റോ ആണോ എന്ന് അച്ഛൻ പറഞ്ഞാൽ
ഓർത്തോ മകനെ മകളെ, ആ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത് ദുരാത്മശക്തിയാണ്. കർത്താവിന്റെ ആലോചനയാണ് പരീശന്മാരും ശാസ്ത്രിമാരും നിരാകരിച്ചത്. എന്താണ് സ്നാനം? കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. എവിടെയാണത്? മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യത്തിലാണ്. ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ. ഇതിന് ഇടയിൽ കുറെ വികലാംഗ കമ്മിറ്റികളുണ്ട്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനം കൊടുക്കൂ. അങ്ങനെയാണ് ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാരായാലും ശരി, പൗലോസ്ലീഹ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനോ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുത്തം വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാ പറഞ്ഞ. കർത്താവിന്റെ കൽപ്പനയ്ക്ക് എതിരെ അപ്പോസ്തലന്മാർ പോലും നിൽക്കില്ല. നിനക്കറിയാവോ അത്? സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു അപ്പീലില്ല. കുറെ മന്ദബുദ്ധികൾ ഇറങ്ങിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ വചനം പഠിപ്പിക്കാനായിട്ട്. സ്തോത്രം. അത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. 3, എന്താണ് സ്നാനം? 3, ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടേണ്ടത്. ഇവിടെയാണ് ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തു വെച്ചിരിക്കുന്നു. അവിടെ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കൈയും കാലും കാട്ടി തട്ടിക്കൊണ്ടു പോകരുത്. ഇന്നിപ്പോ അടിച്ചു മാറ്റി വിളിച്ചിറക്കി കൊണ്ടുപോകണ കാലമാണല്ലോ. അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി തന്നത് ആ ചങ്ക് പറിച്ച് തിരുരക്തമാ ഒഴുക്കി തന്നതാ. എന്തിനാ? നീ ഞാനും നിത്യതയിലുണ്ടാകാൻ, നിത്യജീവൻ പ്രാപിക്കാനാ. എന്താ സ്നാനം? ആരുടെ ആലോചനയാണ്? ആരോട് ചേരാനാണ്? റോമാലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ടും പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കട്ടെ. പറ, സ്നാനം എന്ന് പറയുന്നത് എന്നോട് ചേരുന്നതല്ല, ക്രിസ്തുവിനോട് ചേരുന്നതാണെന്ന് പറ. ചിലർക്ക് അന്ധമായ ഒരു വിശ്വാസമുണ്ട്, പെന്തക്കോസിനോട് ചേരുന്നതാണ് സ്നാനമെന്ന്. ദുരാത്മശക്തിയാണ് അങ്ങനെ പറയുന്നത്. അറിയാവോ? ക്രിസ്തുവിനോട് ചേരുന്നതാണ്. അപ്പൊ ക്രിസ്തുവിനോട് ചേരാൻ, സ്തോത്രം, ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല പറഞ്ഞേ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്താൻ. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒരു പോയിന്റ് കൂടെ. എന്താണ് സ്നാനം? നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള കരച്ചിലാണ് സ്നാനം. കുളിക്കലല്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ ബൈബിൾ കൺവെൻഷനിൽ പോയപ്പോൾ, ഒരു 5-8 വർഷമായി, മാർത്തോമ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറെ ചെറുപ്പക്കാർ എന്നെ വന്ന് വളഞ്ഞു. ഫാദർ, വി ഹാവ് എ ഡൗട്ട്. ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സി വി ടേക്ക് എവറി ഡേ ബാപ്റ്റിസം. എങ്ങനെ? ഞങ്ങൾ എല്ലാ ദിവസവും ബാപ്റ്റിസം സ്വീകരിക്കുന്നു. ഇത് പറയാൻ കാരണം, സ്നാനമെന്ന് പറയുന്നത് കുളി അല്ല എന്ന് ഞാൻ പറഞ്ഞു. വി ടേക്ക് എവറി ഡേ ബാപ്റ്റിസം. ഹൈ, അതെങ്ങനെ? ഈ ഷവറിന്റെ അടിയിൽ നിന്ന് കുളു 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 എന്നും പറഞ്ഞ് ഇങ്ങനെ വെള്ളം വീഴത്തില്ലേ? അത് പരിശുദ്ധാത്മാവിനെ കളിയാക്കിയതാണ് അവൻ. വചനം ദാ വരുന്നു, പിടിച്ചോ. 1 പത്രോസ് 3:20-21. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ, ശ്രദ്ധിക്കണം, ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അപ്പൊ സ്നാനമെന്ന് പറയുന്നത് ലക്സോപ്പ് കൊണ്ട് ജഡത്തിലെ അഴുക്ക് കളയുന്നതല്ല, നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്. ആ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള കരച്ചിൽ വരണമെങ്കിൽ നീ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കണം. നീ ഇപ്പൊ ജഡത്തിന്റെ അടി കിടക്കല്ലേ, നീ ജഡത്തിന്റെ പ്രേരണ അനുസരിച്ചല്ലേ ജീവിക്കണേ. ഈ വചനം അനുസരിക്കാൻ ജഡം സമ്മതിക്കില്ല.
ആത്മാവിന്റെ പ്രേരണ അനുസരിക്കുമ്പോഴാണ് സ്തോത്രം ക്രിസ്തുവിനോട് ചേരാൻ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള കരച്ചിൽ വരുന്ന ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം. അതുകൊണ്ട് സ്തോത്രം, ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ ന്യായവിധിയുടെ പുസ്തകമാണിത്. സ്തോത്രം. അപ്പോൾ സുവിശേഷം കേൾക്കണം, എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്തോത്രം. ഈ കേരളത്തിൽ മുട്ടോളമല്ല അരയോളമല്ല നീന്തി കുളിക്കാനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ ഒരു മൂലയിൽ ഒരു തൊട്ടിയിലുള്ള വെള്ളത്തിലല്ല സ്നാനം. സഭാചരിത്ര പുസ്തകത്തിൽ പള്ളികളിൽ സ്നാനക്കുളം ഉണ്ടായിരുന്നു എന്നുള്ള ഫോട്ടോ ഉണ്ട്, അറിയാവോ അത്? അപ്പൊ അതിന്റെ അർത്ഥം വിശ്വസിച്ചവരെ മുഴുകൽ സ്നാനം കൊടുത്തിരുന്ന ഒരു കാലമുണ്ട്. കാലാന്തരത്തിൽ പാടം മൂടി വന്നതോടുകൂടി പള്ളിയിലെ സ്നാനക്കുളവും മൂടി വന്ന് ആ സ്നാനക്കുളം പിന്നീട് ഒരു തൊട്ടിയായി, പള്ളിയുടെ അകത്തൊരു തൊട്ടിയായി. ആ തൊട്ടിയുടെ അകത്താണ് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തരുത്, പാപമാണ്, പാപമാണ്, പാപമാണ്. പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപമാണ്. സുവിശേഷം കേൾക്കുന്നവനെ വേണം സ്നാനപ്പെടുത്താൻ. കാരണം മനുഷ്യന്റെ ന്യായവിധി സുവിശേഷ പ്രകാരമാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, യോഹന്നാൻ 12:48, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം പിടിക്കും. ഓ സ്തോത്രം. ഈ തിരുവചനം കേട്ട ലോകമേ, ലോകത്തിന്റെ നാനാഭാഗത്തും ഈ സന്ദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് കേൾക്കാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് യുവർ ടൈം. ഈ 2024 തന്നെ ഈ വചനപ്രകാരം ക്രിസ്തുവിനോട് നീ ചേരണം. നീ വീണ്ടും ജനനം പ്രാപിക്കണം. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. മൂക്കി പഞ്ഞു വെക്കുന്നതിന് മുമ്പ് നീ നിത്യജീവൻ പ്രാപിച്ചിരിക്കണം. ഈ സത്യം വിളിച്ചു പറയാനാണ് എന്റെ കർത്താവ് എന്നെ വിളിച്ച് പുറത്താക്കിയത്. സ്തോത്രം. ഞാൻ ഇന്ന് കർത്താവിന്റെ വേലക്കാരനാണ്. മൈ ബോസ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തു പറയുന്നതാണ് പറയുന്നത്. ഞാൻ ഒരു മനുഷ്യന്റെ വേലക്കാരനല്ല. എന്റെ ബോസ്, എന്റെ രക്ഷകൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ മാസ്റ്റർ, എന്റെ രക്ഷകൻ കർത്താവായ യേശുവാണ്. അവനാണ് ഈ വേല എന്നെ പരമേൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിരുവചനം കേട്ട എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങളെ കണ്ടു. നിങ്ങളുടെ ഹൃദയം കർത്താവിനെ കൊടുക്കുക, കുടുംബം കർത്താവിനെ തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. തുടർന്ന് ഈ സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്തോത്രം, ആ പാസ്റ്ററിനെ വിളിച്ചാൽ മതി. അദ്ദേഹം എൻ്റെ നമ്പർ നിങ്ങൾക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയിപ്പോൾ എന്നെ വിളിച്ച് ഇനി 2 തെറി പറയണമെങ്കിലും യു ആർ വെൽക്കം. സ്തോത്രം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. പക്ഷെ ഒരു കാര്യം, നീ കർത്താവിനെ തള്ളിപ്പറയരുത്. എന്നെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞു. പക്ഷേ നിനക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി അവന്റെ രക്തം നിനക്ക് വേണ്ടി ഒഴിച്ച ഈ രക്ഷകനെ നീ നിന്ദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ, നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ തന്ന സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനത്തെ കേൾക്കുവാൻ അവിടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതനുസരിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. മതത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അവരെ വചനം അനുസരിക്കാൻ അവരുടെ മുമ്പിൽ കയറി നിൽക്കുന്ന മതപൗരോഹിത്യം വിട്ടുമാറട്ടെ. ജനങ്ങൾ കർത്താവിനെ ആരാധിക്കട്ടെ. എന്റെ ജനത്തെ വിട്ടുതരിക, അവരെന്നെ ആരാധിക്കട്ടെ. അപ്പൊ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഈ വർഷം തന്നെ എഴുതപ്പെടുവാൻ അവിടുന്ന് അവരെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ധൈര്യം പകർന്ന് അവരിൽ നിന്ന് വേർവിട്ടിരിക്കുവാൻ മക്കളെ സഹായിക്കണം. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം, ശലോം, ശലോം. കർത്താവിന്റെ സമാധാനം.